യാക്കോബ് 4:10. കർത്താവിൻ്റെ സന്നിധിയിൽ താഴുവിൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. ദൈവസന്നിധിയിൽ നാം എപ്രകാരം ആയിരിക്കണമെന്ന് ഇവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള പൂർണ്ണമായ കീഴടങ്ങൽ ആണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നമ്മൾ ആയിരിക്കുന്ന അവസ്ഥ ദൈവസന്നിധിയിൽ തുറന്നു കാട്ടുക, നമ്മുടെ അറിവില്ലായ്മയും പാപാവസ്ഥയും ഒക്കെ ദൈവസന്നിധിയിൽ സമ്മതിക്കുക. ഇതൊക്കെയാണ് നാം ചെയ്യേണ്ടത്. അഹങ്കാരവും നിഗളവും ഞാനെന്ന ഭാവവും ഒക്കെ ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ പരമാധികാരത്തെ അംഗീകരിച്ചുകൊണ്ടായിരിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കും. നമ്മൾ സ്വയം ഉയരുവാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും നാം പരാജയപ്പെടും. എന്നാൽ ദൈവസന്നിധിയിൽ നാം വിനീതരാകുമ്പോൾ ദൈവം നമുക്ക് ഉയർച്ച നൽകും. ഉയർച്ച എന്ന് പറയുമ്പോൾ അത് സാമ്പത്തികമോ മാനസികമോ മാത്രമല്ല, മറിച്ച് സമാധാനം, സന്തോഷം, നമ്മുടെ ആത്മീയ ജീവിതം, ഇതിലൊക്കെയുള്ള ഉയർച്ചയും വളർച്ചയുമാണ് നാം പ്രധാനമായും ആഗ്രഹിക്കേണ്ടതും ലക്ഷ്യം വയ്ക്കേണ്ടതും. നമ്മുടെ നിഗളം മാറുമ്പോൾ തന്നെ ദൈവം നമ്മെ ഉയർത്തുന്നു. അഹങ്കാരം, നിഗളം ഇതൊക്കെ ദൈവസന്നിധിയിൽ നാം വീണു പോകുവാൻ സാധ്യതയുള്ളവയാണ്. സാത്താൻ്റെ വീഴ്ചയുടെ പ്രധാന കാരണം അവൻ്റെ നിഗളവും അഹങ്കാരവുമായിരുന്നു. പ്രതിസന്ധികളിൽ തളരാതെ ദൈവഹിതത്തിന് കീഴടങ്ങിയിരുന്നാൽ ദൈവം നമ്മെ തക്ക സമയത്ത് ഉയർത്തും. പ്രാർത്ഥന, വചനധ്യാനം, ഉപവാസം ഇതൊക്കെ നമ്മെ അതിനായി സഹായിക്കും. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു എന്ന് യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നു. യെശയ്യാവ് 57:15 ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു, താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയവുമുള്ളവരോട് കൂടെയും വസിക്കുന്നു എന്ന് നാം വായിക്കുന്നു. ദൈവം വാസം ചെയ്യുന്നത് താഴ്മയുള്ളവരോട് കൂടെയാണെന്ന് ഇവിടെ ദൈവം തന്നെ പറഞ്ഞിരിക്കുന്നു. ലൂക്കോസ് 1:52 പ്രഭുക്കന്മാരെ സിംഹാസനങ്ങളിൽ നിന്നിറക്കി താണവരെ ഉയർത്തിയിരിക്കുന്നു എന്ന് മറിയ പറഞ്ഞിരിക്കുന്നു. സാധാരണക്കാരിയായിരുന്ന മറിയയെ ദൈവം എത്രമാത്രം ഉയർത്തി എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. മത്തായി 23:12 തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും എന്ന് യേശു കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നു. 1 പത്രോസ് 5:6 അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴെ താണിരിപ്പിൻ എന്ന് പത്രോസ് അപ്പോസ്തലനും നമ്മോട് പറഞ്ഞിരിക്കുന്നു. നമ്മുടെ ഉയർന്നിരിക്കുന്ന അഹങ്കാരത്തിൻ്റെ, നിഗളത്തിൻ്റെ, സ്നേഹിക്കുവാൻ, ക്ഷമിക്കുവാൻ, സഹിക്കുവാൻ കഴിയാത്തതിൻ്റെയൊക്കെ കൊമ്പുകളെ വെട്ടിക്കളഞ്ഞ് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്താം. തക്ക സമയത്ത് ദൈവം നമ്മെ ഉയർത്തും. പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, തിരുസന്നിധിയിൽ താഴ്മയുള്ളവരായി ഞങ്ങൾ കാണപ്പെടുവാൻ ഇടയാക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഗോഡ് ബ്ലെസ് us all.